ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയ്ക്ക് ഒരു മലയാളി മന്ത്രി വന്നിരിക്കുന്നു. നോർത്തേൺ ടെറിട്ടറി സംസ്ഥാന മന്ത്രിസഭാ അംഗമായി പാലക്കാരൻ ജിൻസൺ ആൻഡോ ചാൾസ് സത്യപ്രതിജ്ഞ ചെയ്തു അധികാരമേറ്റു. പത്തനംതിട്ട എം പി ആൻഡോ ആൻ്റണിയുടെ സഹോദരൻ ചാൾസ് ആൻ്റണിയുടെ മകനാണ് ജിൻസൺ ആൻഡോ ചാൾസ്. ഓസ്ട്രേലിയയിൽ ഇനി കോട്ടയം പാലായിൽ നിന്നൊരു മന്ത്രിയും. നോർത്തേൺ ടെറിട്ടറിയിലെ സാൻഡേഴ്സൺ മണ്ഡലത്തിൽ നിന്നും 52% വോട്ടിനാണ് ജിൻസൺ ആൻഡോ ചാൾസ് ജയിച്ചത്. ലിബറൽ പാർട്ടി സ്ഥാനാർത്ഥിയായാണ് ജിൻസൺ ആൻഡോ ചാൾസ് മത്സരിച്ചത്. സാൻഡേഴ്സൺ മണ്ഡലത്തിലെ പ്രതിനിധിയും മന്ത്രിസഭാംഗവുമായ കെയ്റ്റ് വോർഡനെ അട്ടിമറിച്ചായിരുന്നു ജയം. യുവജനക്ഷേമം, കായികം, സാംസ്കാരികം എന്നീ വകുപ്പുകളുടെ ചുമതലയായിരിക്കും ജിൻസൺ ആൻഡോ ചാൾസിന്. പത്തനംതിട്ട എം പി ആൻഡോ ആന്റണിയുടെ സഹോദരൻ ചാൾസ് ആന്റണിയുടെ മകനാണ് ജിൻസൺ. 2011 നഴ്സായി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറിയ ജിൻസൺ നിലവിൽ ഡാർവിനിൽ ടോപ്പ് ആൻഡ് മെന്റൽ ഹെൽത്തിൽ ഡയറക്ടറാണ്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓസ്ട്രേലിയയിലെ മന്ത്രി ജിൻസൺ ആൻഡോ ചാൾസിൻ്റെ പാലയിലെ വീട്ടിൽ ടോബി ജോൺസൺ നമ്മുടെ പ്രതിനിധി എത്തിയിട്ടുണ്ട്. ടോബി നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഗുഡ് മോർണിംഗ് ടോബി. മന്ത്രിയുടെ വീട്ടുകാർക്കൊക്കെ സുഖമെന്ന് കരുതുന്നു. ഗുഡ് മോർണിംഗ് എസ് കെ. തീർച്ചയായിട്ടും സുഖം തന്നെയാണ്. അതിലുപരി വലിയ സന്തോഷത്തിലാണ് അവരെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാല മൂന്നല്ലിലാണ് ഇവരുടെ വീടുള്ളത്, തറവാട് വീടൊക്കെ ഉള്ളത്. അവിടെ ഇതിനോടകം തന്നെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളും എല്ലാം എത്തിയിട്ടുണ്ട്. എന്തായാലും സത്യപ്രതിജ്ഞ ഇപ്പോൾ കഴിഞ്ഞു എന്നുള്ള ഒരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. സഹോദരൻ തന്നെ നമ്മളോടൊപ്പം ജിയോ ചേരുന്നുണ്ട്. എത്രത്തോളം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ? വളരെയധികം സന്തോഷമുണ്ട്. ജിൻസന്റെ ഒരു വളരെ വലിയ കഠിനാധ്വാനം ഇതിൻ്റെ പിന്നിൽ ഉണ്ട്. കഴിഞ്ഞൊരു 5 മാസത്തോളമായിട്ട് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അത് അത്ര ഒരു ഈസി ആയിട്ടുള്ളൊരു സീറ്റിലല്ല വിജയിച്ച് കയറിയിരിക്കുന്നത്. അപ്പം അവിടെ ഇവിടുത്തെ പോലെ അല്ല ക്യാമ്പയിൻ്റെ ഒരു സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ ഡോർ നോക്കിംഗ് എന്ന് പറഞ്ഞ് എല്ലാ വീടുകളിലും തന്നെ നേരിട്ട് ചെന്ന് സംസാരിച്ച് അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ച് 2 തവണയോളം എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ആരൊക്കെ ഉണ്ട്? ഒപ്പം ഇപ്പോൾ അവിടെ പപ്പായും മമ്മിയും അവിടെ പോയിട്ടുണ്ട്. ഇലക്ഷന് തൊട്ട് മുന്നോടിയായിട്ട് പോയിരുന്നു. 1 മാസം കൂടെ അവിടെയാണ്. അത് കഴിഞ്ഞ് അവർ തിരിച്ചു വരുള്ളൂ. അപ്പം എന്തായാലും ഒരു കഠിന പ്രയത്നത്തിന്റെ വളരെയധികം കഠിനാധ്വാനത്തിന്റെ പിന്നിലാണിത് ജയിച്ചേക്കുന്നത്. കാരണം അവിടെ ഒരു മന്ത്രിയാണ് തോൽപ്പിച്ചേക്കുന്നത്. 10 വർഷം MLA ആയിട്ടിരുന്ന ഒരു സീറ്റിലും കഴിഞ്ഞ തവണ 18% മാർജിന് ജയിച്ച ഒരാളെയാണ് ഇത്തവണ തോൽപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് കൂടി പറയേണ്ടത്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ ദിവസമാണ് ബ്രിട്ടീഷ് പാർലമെന്റിൽ ഒരു MP ആയി സോജൻ എന്ന് പറയുന്ന നമ്മുടെ നീണ്ടൂർ സ്വദേശി വന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഓസ്ട്രേലിയൻ മന്ത്രിസഭയിൽ ഒരു മന്ത്രി തന്നെ. എനിക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 7 വകുപ്പുകൾ, അതായത് സാംസ്കാരികം, അതുപോലെ തന്നെ സ്പോർട്സ് തുടങ്ങിയ 7 വകുപ്പുകളാണ് ഇപ്പോൾ ജിൻസന്റെ അച്ഛൻ്റെ സഹോദരനും കൂടിയുണ്ട്. എത്രത്തോളം സന്തോഷം. അമ്മാവനും കൂടിയുണ്ട്. വളരെ സന്തോഷമുണ്ട്. പഠിക്കുന്ന കാലം മുതൽ രാഷ്ട്രീയ കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ച് ആൻഡോ ആൻ്റണിയുടെ തിരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവമായി പങ്കെടുത്ത് ഒരു പരിചയവും ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ചെന്നവൻ്റെ കഠിനാധ്വാനം കൊണ്ട് പഠിക്കുന്ന ജോലി സ്ഥലത്തും ഇപ്പോൾ ഇത് ഇവിടെ എത്താൻ സാധിച്ചു. സന്തോഷമുണ്ട്. നേരിട്ട് വിളിച്ചിരുന്നു? ഇപ്പൊ തിരക്കായോണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. എന്തായാലും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ ലേബർ പാർട്ടിയുടെ